ദേശീയപാതയും മലയോര പാതയും തീരദേശപാതയും തീരുമ്പോൾ കോട്ടയം അതിലില്ല. കോട്ടയത്തിന് എന്ത് വേണം? MC റോഡ് വികസിക്കണം. നിങ്ങളൊരു മേശയും അവിടെ ഒരു ലാപ്ടോപ്പും ഒരു ഓഫീസും ഒരു അഡ്രസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംരംഭം ആരംഭിക്കാം. പദ്ധതികളില്ലാഞ്ഞിട്ടല്ല, സർക്കാരിനെ സമീപിച്ചാൽ ഉണ്ടാക്കാനാവും. അത് ഇപ്പോൾ സാധ്യമാണ്. കേരളത്തിലെ LDF സർക്കാരിന് കിബി പോലുള്ള സംവിധാനങ്ങളുള്ളപ്പോൾ സാധ്യമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കാര്യം, ഞങ്ങളുടെ ആഫീസ് ചവിട്ടിപ്പൊളിക്കുന്നത് ഒരു കുട്ടിയായിരുന്നപ്പോൾ കണ്ടൊരു അനുഭവമൊക്കെ വെച്ചിട്ട് കോൺഗ്രസിനോട് വെറുപ്പായിരുന്നു. മലയോര പാതയും തീരദേശപാതയും 5 കൊല്ലം കൊണ്ട് നടപ്പാക്കിയൊരു സർക്കാരിന് ഒരു ബൈപ്പാസ് ഉണ്ടാക്കാൻ എത്ര നാൾ വേണം? എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തകനായി എന്നതുകൊണ്ട് തന്നെ വീട് ഒരു രാഷ്ട്രീയ ഇടമായിരുന്നു. അച്ഛനും അമ്മ അധ്യാപകരായിരുന്നു. പക്ഷെ അച്ഛൻ ആ നാട്ടിൽ എല്ലാ കാര്യത്തിലും ഇടപെട്ടിരുന്ന പൊതുകാര്യ പ്രസക്തനാണ്. അച്ഛൻ്റെ ഇടപെടലുകളും അച്ഛന് നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള ബന്ധവും മനസ്സിനകത്ത് ചേക്കേറി. അച്ഛനെ ഒരു കുടികിടപ്പ് കേസിൽ, അന്നത്തെ ഈ കുടികിടപ്പ് സമര കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അതിനുശേഷം അച്ഛന് സ്വീകരണം കൊടുക്കുന്നതും ഭയങ്കര ജനക്കൂട്ടം വരുന്നതൊക്കെയാണ് എന്നെ അതിലേക്ക് പിന്നെ അടുപ്പിക്കുന്നത്. പിന്നീട് ബാലസംഘം എന്നൊരു സംഘടന അടിയന്തരാവസ്ഥക്കാലത്ത് രൂപീകരിച്ചു 1976. അവിടെ ഉണ്ടാക്കിയതാണ്. ഞാനതിൽ ഒരു അംഗമായി, പിന്നെ അതിൻ്റെ സെക്രട്ടറിയായി. അങ്ങനെ പതുക്കെ ബാലസംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയായി. SFIയുടെ അവിടുത്തെ ഒരു SVGP സ്കൂളിലെ ലീഡറായി. പിന്നെ CMS കോളേജ് ചെന്നപ്പം സുരേഷ് കുറുപ്പ് എന്ന ലോകത്തന്ന് ഏറ്റവും ശ്രദ്ധേയനായൊരു വിദ്യാർത്ഥി നേതാവിനെ കണ്ടു. സുരേഷ് കുറുപ്പ് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വലിയ ഒരു മുദ്ര പതിപ്പിച്ച നേതാവാണ്. പിന്നെ അതങ്ങൊരു ധാരയായിട്ടങ്ങ് ഒഴുകുകയായിരുന്നു. SFI, DYFI, ഇപ്പോൾ CITU പാർട്ടി എല്ലായിടത്തും ഇടപെടാനായി. ഈ ഐഡിയൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓരോരുത്തരും ഗിവൺ സർക്കംസ്റ്റാൻസിലാണ്. ഒരു വ്യക്തി എപ്പോഴും ന്യായീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ക്രൈസ്റ്റ് ഐഡിയലാണ്. ഐഡിയലാകുന്നത് അദ്ദേഹം പഴയ നിയമത്തിൽ നിന്നും എങ്ങനെയാണ് പുതിയ നിയമത്തെ നിർമ്മിക്കുന്നത്, ഒരു പുതിയ സമൂഹത്തെ നിർമ്മിക്കുന്നത്. നിയമം മാത്രമല്ല, ഒരു സമൂഹത്തെയും ഒരു പുതിയ കാരുണ്യത്തെയുമാണ് നിർമ്മിക്കുന്നത്. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലും ലഭ്യമാകുന്ന സാഹചര്യങ്ങളിലെ മികവാർന്ന ഇടപെടലുകൾ നടത്തുന്നതാണ് ഐഡിയൽ എന്ന് കണക്കാക്കാവുന്നത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട EMS AKGയുമാണ്. അത് ഐഡിയൽ തന്നെയാണ്. പിന്നീട് നമ്മൾ കാണുമ്പോൾ നിശ്ചയമായും നമുക്ക് സ്വാഭാവികമായും VSൻ്റെ കാലം വരുന്നുണ്ട്. ഇപ്പോൾ പിണറായിയുടെ കാലമാണ്. മുമ്പ് ഏത് കാലത്തു നിന്ന് വ്യത്യസ്തമായി നവകേരളം എന്ന് പറയുന്നൊരു ആശയം മുന്നോട്ട് വെച്ച് അദ്ദേഹം ചെയ്തത് നമ്മുടെ മനസ്സിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നെഹ്റുവിനെയും കോൺഗ്രസിനെയും ഇന്ദിരാഗാന്ധിയെയും വിമർശിച്ചാണ് തുടങ്ങിയത്. കാരണം അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടക്കുന്നൊരു അനുഭവത്തിൽ നിന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കാര്യം, ഞങ്ങളുടെ ആഫീസ് ചവിട്ടിപ്പൊളിക്കുന്നത് ഒരു കുട്ടിയായിരുന്നപ്പോൾ കണ്ടൊരു അനുഭവമൊക്കെ വെച്ചിട്ട് കോൺഗ്രസിനോട് വെറുപ്പായിരുന്നു. പക്ഷേ BJP ഇന്ത്യ രാജ്യത്ത് അധികാരം പിടിക്കുന്നൊരു ഘട്ടം വന്നപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ വികസിപ്പിക്കാൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടർച്ചയിൽ വിമർശനങ്ങളുണ്ടെങ്കിലും കോൺഗ്രസും അതിൻ്റെ നേതാക്കന്മാരും ചെയ്തത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു. അപ്പോൾ നെഹ്റു നമ്മുടെ മനസ്സിൽ ബിംബമായി പതിയുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്. മോചന സമരത്തിൽ അദ്ദേഹം സഹായകരമായ നിലപാട് സ്വീകരിച്ചു. ഇന്ദിരാഗാന്ധിയോട് കടുത്ത വിമർശനം ഉണ്ടെങ്കിലും രാഷ്ട്രത്തെ സംബന്ധിച്ച് ആകത്തുക നോക്കുമ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് അവരുടെ കള്ളിയിലും അവർ സംഭാവന ചെയ്ത മഹത്തുക്കൾ തന്നെയാണ്. അപ്പോൾ ഐഡിയൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതല്ല, ചരിത്രത്തിൽ തിരിച്ചറിവുകളുണ്ടാവും. പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വർത്തമാനത്തിലും ചരിത്രത്തിലും എനിക്കങ്ങനെ പറയാനാവില്ല. സംഭാവനകൾ ഇല്ല എന്ന് മാത്രമല്ല, നശീകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ തിരിച്ചറിവ്. അതായത് ഈ കോട്ടയത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഗൗരവതരമായ കാര്യം വെള്ളപ്പൊക്കമാണ്. മണ്ഡലത്തിൻ്റെ പകുതിയോളം ഭാഗങ്ങൾ വെള്ളപ്പൊക്കമാണ്. കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സ്ഥലം ഒന്ന് ഞങ്ങളുടെ ഈ പ്രദേശങ്ങളൊക്കെയാണ്. ഇത് ഒരു സ്വപ്നത്തിലല്ല, യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ സ്വപ്നങ്ങളിലേക്ക് ഞങ്ങൾ പോയത്. യാദൃച്ഛികമായിട്ടാണ് മീനന്തരയാർ എന്ന് പറഞ്ഞൊരു നദി നാശോന്മുഖമായപ്പോൾ എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ ജേക്കബ് ജോർജ് സാറ് അവിടെ ഞങ്ങളൊന്ന് നദി നന്നാക്കി നോക്കി, പക്ഷേ ശരിയാകുന്നില്ല, നിങ്ങളെ കൂടെ വരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിറക്കി. ഞങ്ങളെല്ലാം കൂടെ പോയപ്പം ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കാം. വരട്ടാൽ ഡോക്ടർ തോമസ് ഐസക്കും ഒക്കെ നടപ്പാക്കിയൊരു പദ്ധതി ആലോചിച്ചു. 2017 ആഗസ്റ്റ് 28 ഡോക്ടർ തോമസ് ഐസക്കും ഞങ്ങൾക്ക് തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സാഫല്യം നിറഞ്ഞ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തനം അതാണ്.
നദിയുടെ രാഷ്ട്രീയം, നദിയുടെ സംസ്കാരം, നദിയുടെ ജീവിതം, അത് കോട്ടയത്ത് വരുത്തിയ മാറ്റവും ജനങ്ങൾ വരുത്തിയ മാറ്റവും ഒക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കടപ്പാടേറിയ ബന്ധം ഈ നാടിനോടുണ്ടാക്കി. അതിപ്പോൾ എത്തി നിൽക്കുന്നത് മലരിക്കൽ ആമ്പൽ വസന്തത്തിലാണ്. ഈ മീനച്ചിലാറിൻ്റെയും കൊടുവരാറിൻ്റെയും പതനസ്ഥാനമായ പഴുക്കാനിലക്കായൽ തെളിക്കുക 103 കോടി രൂപയുടെ പദ്ധതിക്ക് ഇപ്പോൾ ഈയിടെ മുഖ്യമന്ത്രിയും കിബിയും അംഗീകാരം കൊടുത്തു. 1600-650 കിലോമീറ്റർ പുഴകൾ തെളിച്ചെടുത്തു. ഈ കൊല്ലാടൊക്കെ പുഴകൾ തെളിച്ചെടുത്ത കൂട്ടത്തിലാണ്. 5650 ഏക്കർ നെൽപ്പാടങ്ങളിൽ തരിശു നിലക്കൃഷി കൊണ്ടുവരാനായി. വള്ളങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചപ്പോഴാണ് 5 ജല ടൂറിസം കേന്ദ്രങ്ങൾ മലരിക്കൽ പോലെ രൂപപ്പെട്ടു വന്നത്. ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരവസരം കിട്ടിയാൽ, കോട്ടയത്തെ ജനങ്ങൾ എനിക്ക് അവസരം തന്നാൽ ഇന്നും നടപ്പാക്കിയത് എന്തെന്ന് നാട്ടുകാർ കാണാം. അത് കുറെ കൂടെ ശക്തമാക്കാൻ അവസരം തരണം നാട്ടുകാരോടൊന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. പിന്നെ ഇന്ന് നമ്മൾ സ്വപ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു? 5 കൊല്ലം മുമ്പത്തെയോ 10 കൊല്ലത്തെയോ മുമ്പത്തെ കേരളം അല്ല. ചുമ്മാ സ്വപ്നങ്ങൾ ഉണ്ടാക്കില്ല. ദേശീയപാതയും മലയോര പാതയും തീരദേശപാതയും തീരുമ്പോൾ കോട്ടയം അതിലില്ല. കോട്ടയത്തിന് എന്ത് വേണം? MC റോഡ് വികസിക്കണം. അതാ കിബി വഴി 5200 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കമിട്ടു. നമുക്കതിൻ്റെ ഗുണം വേണ്ടേ? അപ്പോൾ ചിങ്ങമനത്തിന് ബൈപ്പാസ് ഉണ്ടാവാം, കോട്ടയത്തിന് ബൈപ്പാസ് ചെയ്യാം, 4 വരി പാത. അപ്പം നിലവിൽ MC റോഡ് എന്ന് പറയുന്നത് ഉള്ളിടത്ത് വീതി കൂട്ടലല്ല, ബൈപ്പാസുകളിലൂടെ എങ്ങനെ അതിനെ വികസിപ്പിച്ചെടുക്കാം. കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കഞ്ഞിക്കുഴിയിലെ ഒരു ഗതാഗതക്കുരുക്ക്. അത് ആളുകൾക്ക് സഹിക്കാനാവുന്നില്ല. ഇതിനൊന്നും പദ്ധതികളില്ലാഞ്ഞിട്ടല്ല, സർക്കാരിനെ സമീപിച്ചാൽ ഉണ്ടാക്കാനാവും. അത് ഇപ്പോൾ സാധ്യമാണ്. കേരളത്തിലെ LDF സർക്കാരിന് കിബി പോലുള്ള സംവിധാനങ്ങളുള്ളപ്പോൾ സാധ്യമാണ്. ഇത് നശിപ്പിക്കുമെന്ന് പറയുന്നവരാണ് അപ്പുറത്തുള്ളവർ, അത് തുടരണമെന്ന് പറയുന്നവരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. പിന്നെ കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഈ കൊട്ടാരക്കര എത്തി നിൽക്കുന്നു IT ഡെവലപ്മെൻറ്റ്. വിഴിഞ്ഞം മുതൽ ഇങ്ങനെ കൊട്ടാരക്കര വരെ. അവിടെ നോക്കിയാൽ കളമശ്ശേരി, അത് തൃപ്പൂണിത്തുറ വരെ എത്തി നിൽക്കുന്നു. എന്തേ കോട്ടയത്തിനില്ലാത്തത്? നമുക്ക് കോട്ടയം ബ്രിഡ്ജ് ചെയ്യണം. IT മേഖലയെ AI പുതിയ സാങ്കേതിക വിദ്യയുണ്ട്. ഇവിടെ കോട്ടയത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ കേന്ദ്രമുണ്ട്. ഇപ്പോൾ സിനിമ തന്നെ എടുക്കാൻ കഴിയുന്നതിന് പോകണ്ട. ഈ പണ്ട് സ്റ്റുഡിയോയ്ക്കകത്തെല്ലാം ചെയ്തിരുന്ന പോലെ ഒരു ചെറിയ ഇതുപോലെ മുറിയിലിടുന്നാൽ നമുക്ക് സിനിമ ഉണ്ടാക്കാം AI ഉപയോഗിച്ച്. ആ നിലയ്ക്ക് ഇമേജുകളിലൂടെ രൂപകൽപ്പന ചെയ്യുന്ന നവസിനിമകളുടെ പുതിയ കാലത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ കേന്ദ്രം ഇപ്പോൾ കോട്ടയത്താണ്. IIIT കോട്ടയത്താണ്. ഇതൊന്നും ഉപയോഗിക്കാനായിട്ടില്ല. നമുക്ക് കോട്ടയത്തിന് പുതിയ ഉയരം ഉണ്ടാകുന്നതിന് മണ്ഡലം മാത്രമല്ല, ഇപ്പം എരുമേലി വിമാനത്താവളം വേണ്ടേ, അതുപോലെ ശബരി തീവണ്ടിപ്പാത, ഇതിനൊക്കെ പണം അനുവദിച്ചിട്ടാണ് LDF ആ പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ പൂർത്തീകരിക്കാനുള്ള അവസരം കോട്ടയത്തെ ജനങ്ങൾ തരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത്. ഒന്ന്, നിലവിലുള്ള MC റോഡ് വെച്ചിട്ട് എന്തെങ്കിലും പരിഹാരം കൊണ്ട് ഉരുട്ടുകൊണ്ട് ഓട്ടയടക്കലാണ്. അതല്ല വേണ്ടത്. 4 വരി പാത, MC റോഡിൻ്റെ ബൈപ്പാസ്, അത് കൃത്യമായി നടപ്പാക്കാനാവും. മലയോര പാതയും തീരദേശപാതയും 5 കൊല്ലം കൊണ്ട് നടപ്പാക്കിയൊരു സർക്കാരിന് ഒരു ബൈപ്പാസ് ഉണ്ടാക്കാൻ എത്ര നാൾ വേണം? കിബി നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നല്ല പദ്ധതി LDFനുണ്ട്. പിന്നെ ഈ കഞ്ഞിക്കുഴിക്ക് ഫ്ലൈ ഓവറിനൊന്നും ഒരു വെള്ളി രൂപ ആരും അനുവദിച്ചിട്ടില്ല, ഒരു തുക അനുവദിച്ചുകൊണ്ടല്ല. ഇപ്പം തന്നെ തമാശ പറയാം, MC റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഭാഗമായി നടക്കേണ്ടതാണ് കോടിമുതൽ 2-ാം പാലം. അത് അവരാ ചെയ്യേണ്ടതില്ല, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് PWD പിടിച്ചു വാങ്ങിച്ചു. അത് മുടങ്ങിക്കിടന്നു. അവസാനം ഇപ്പം 12 കോടി രൂപ സർക്കാരിന് അധിക ചിലവായിട്ടാണ് ഇപ്പോൾ ഇത് പൂർത്തീകരിക്കുന്നത്. നമ്മൾ വികസനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണിക്കാൻ ചെയ്താൽ പോരാ, അത് ജനങ്ങളെ ബന്ധപ്പെടുത്തിയാവണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാവണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ വികസനത്തിനേ നമ്മളുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. കുമരകം ടൂറിസവും മല്ലിക്കൽ ടൂറിസവും രണ്ടാണ്. കുമരകത്ത് റിസോർട്ട് കേന്ദ്രീകൃതമാണ്. കുമരകത്ത് കായൽ കാണാൻ ആർക്കും അവകാശമില്ല. അവിടെ പോയാൽ പൈസ കൊടുത്തേ അകത്ത് കയറാൻ പറ്റും. മലരിക്കൽ അങ്ങനെയല്ല, എൻ്റെ നാടാണ്. ഞങ്ങളുണ്ടാക്കിയ പദ്ധതിയാണ് മീനച്ചിലാർ മീനന്തരയാർ കൊടുവരാർ പദ്ധതി. ഇപ്പോൾ ഈ പഴുക്കാനിലക്കായലിൽ തെളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ എക്കലും ചെളിയും എല്ലാം കൂടെ ബെണ്ടായി മാറും. 17.5 കിലോമീറ്റർ റോഡായി കാണും. റോഡെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാട്ടർ ഫ്രണ്ടേജ് ഡ്രൈവിംഗ് സംവിധാനമുള്ള ഇടമായിട്ട് കോട്ടയത്തെ ഈ പഴുക്കാനിലക്കായലിന് ചുറ്റുമുള്ള 3 പാടശേഖരങ്ങൾ മാറും. അത് കോട്ടയത്ത് മുനിസിപ്പൽ ഏരിയയിലുള്ള F ബ്ലോക്ക് ഉണ്ട്, J ബ്ലോക്ക് ഉണ്ട്, തിരുവായ്ക്കരയുണ്ട്. ഇതാണ് മോഡൽ. മാത്രമല്ല, ഇപ്പോൾ ലുലു മാളിൽ കുറേ ആൾ വരുന്നു. നമുക്കവരെ വള്ളത്തെ കയറ്റി ഒരു 3 മണിക്കൂർ ഇവിടുത്തെ ഈ മീനച്ചിലാർ മീനന്തരയാർ കൊടുവരാർ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോകണ്ടേ? ഞങ്ങൾക്ക് പദ്ധതിയുണ്ട്. ആളുകളെ വള്ളങ്ങൾ ഉപയോഗിക്കാൻ സഹായിക്കുക. ഇപ്പം 250ഓളം വള്ളങ്ങളാണ് മല്ലിക്കൽ ആമ്പൽ ബസ്സിന് ഉപയോഗിക്കുന്നത്. 100 ദിവസം അവിടെ പ്രൊജക്റ്റുള്ളൂ. ബാക്കി ദിവസം വള്ളങ്ങൾ ഫ്രീ ആണ്.
ഞങ്ങൾ കോട്ടയത്തേക്ക് കൊണ്ടുവരും. ഈ തെളിച്ച പുഴകളിലൂടെ ഉപയോഗിക്കും. ഇതാണ് ബദൽ. ഒന്ന് നമ്മുടെ ഈ ഇവിടുത്തെ ആളുകൾക്ക് ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്ന വിശ്രമ ഇടങ്ങളില്ല. ഒന്ന് വന്നിരുന്ന് വൈകുന്നേരം ആസ്വദിക്കാവുന്ന ഏത് സ്ഥലമാണ് അവിടെയുള്ളത്? പൊതു സാംസ്കാരിക ഇടങ്ങൾ വേണം. അത് നമ്മുടെ കോട്ടയത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അക്ഷരനഗരി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. അത്തരം ഇടങ്ങളുടെ വിശാലമായ സങ്കേതങ്ങൾ ഉണ്ടാക്കൽ. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ ഇപ്പം കോടിക്കണക്കിന് രൂപ മുടക്കി ആരംഭിക്കേണ്ടതല്ല. നിങ്ങളൊരു മേശയും അവിടെ ഒരു ലാപ്ടോപ്പും ഒരു ഓഫീസും ഒരു അഡ്രസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സംരംഭം ആരംഭിക്കാം. അത് പിന്നീട് ലോകത്ത് വെട്ടിപ്പിടിക്കുന്ന സംരംഭമായിട്ട് മാറും. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്റ്റാർട്ടപ്പുകളെന്ന് പറയുന്നത് കോമൺ വർക്ക് സ്പേസ് ഉപയോഗിക്കുന്ന തരത്തിൽ സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ വേണം പിള്ളേർക്ക് വേണ്ടി. അതിനുള്ള ഇടം കോട്ടയത്തുണ്ടാക്കാം. ഇങ്ങനെ ചെറുപ്പക്കാരെ അഡ്രസ്സ് ചെയ്യണം തന്നെയാണ് നമ്മൾ കരുതുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, കോട്ടയത്ത് ഇപ്പോൾ രണ്ടാമതാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു നവാഗതൻ നിലയ്ക്ക് കുറഞ്ഞ സമയം കൊണ്ടാണ് ഇലക്ഷന് ഓടിയെത്താനായത്. ഇത്തവണ അതിനേക്കാൾ കുറച്ച് സമയമേ ഉള്ളൂ. പക്ഷേ ഞാൻ സന്തുഷ്ടനാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും നാളും ജനങ്ങൾക്കിടയിലാണ്. നല്ല പെർഫോമൻസ് സർക്കാർ നടത്തിയതിൻ്റെ ആത്മവിശ്വാസമാണ്. വികസന മുന്നേറ്റ ജാഥയായിട്ട് ഞങ്ങളെല്ലാം വഴിയിലുണ്ടായിരുന്നു. അപ്പം കുറഞ്ഞ സമയം കൊണ്ടിൽ ഞങ്ങൾ കൂടിയെത്താനായി. എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു അനുഭവം എൻ്റെ ഗുരുനാഥൻ, 103 വയസ്സുണ്ട്, MC ജോൺ അച്ഛൻ, CMS കോളേജിലെ ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നു. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് സമരമൊക്കെ പോകും. അപ്പം അച്ഛൻ്റെ മുന്നിലൊക്കെ തീവ്ര സമരമാണ്. 2-3 കുറച്ച് മുദ്രാവാക്യമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഞങ്ങളോട് പറയും, പോരെ, ഇന്നത്തെ പോരെ. അപ്പോൾ ഇന്നത്തെ പോരെ എന്നുള്ള അച്ഛൻ്റെ ആ ചോദ്യത്തിനകത്താണ് ഞങ്ങളെല്ലാം ആ വരയുടെ ഉള്ളിലാണ് നിന്നിരുന്നത്. അധ്യാപക വിദ്യാർത്ഥി ബന്ധം. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് 103 വയസ്സുള്ള അച്ഛൻ ഇവിടെ ഈ മൂലയിടത്താണ് താമസിക്കുന്നത്. അച്ഛനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം എൻ്റെ അച്ഛനെയും കൂട്ടി ഞാൻ ഒരു നിക്കർ വിട്ട് കോളേജിൽ ചേരാൻ ചെന്ന ആ കാലം ഓർത്തു എന്ന് പറയുമ്പോൾ മഹാഗുരുക്കന്മാർ, അവർ ആ CMS കോളേജ്, ഇവരൊക്കെ തന്നെ ഇങ്ങനെ നമ്മളെ കാരുണ്യ വർഷം കൊണ്ട് നമ്മളെ സഹായിക്കുന്നല്ലോ. അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം നാട്ടിലുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു വരണ്ട രാഷ്ട്രീയ പോരാട്ടമല്ല, ജീവസുറ്റ സർഗാത്മകമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സർഗാത്മക പ്രവർത്തനമായിട്ട് ഞാൻ തിരിച്ചറിയുന്നു.